ആരാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത്? വീട്ടുകാരെ കേന്ദ്രീകരിച്ച് മാത്രമാണല്ലോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഏറെ കുഴയ്ക്കുന്നതും അതിലൊരു വ്യക്തത ഇവർ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തതയും വരികയുള്ളൂ. ഈ വൈരുദ്ധ്യം വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് അല്ലേ സ്റ്റെഫിൻ? തീർച്ചയായിട്ടും. അതായത് കുട്ടിയുടെ അമ്മ പറയുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ അച്ഛൻ്റെ അടുത്താക്കി എന്ന് പറയുന്നു, അച്ഛൻ മറ്റൊന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരൻ മറ്റൊരു കാര്യം പറയുന്നു. അങ്ങനെ മൊഴിയിലെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് കൊലപാതകമെന്ന് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ഈ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കാം ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിണറ്റിലിട്ടതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അത് ചെയ്യാനുള്ള ഒരു സാധ്യതയും പോലീസ് കാണുന്നില്ല. പലതരത്തിലുള്ള ചോദ്യം ചെയ്യലും CCTV അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമീപത്തൊക്കെ പോലീസ് നോക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ കുഞ്ഞ് നടന്നുപോയി എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ സ്റ്റെഫിൻ, ആ കിണർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൈവരിയുള്ള ഒരു കിണറാണ്. ആ കിണറിലേക്ക് എങ്ങനെയാണ് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ചെല്ലുക, അതിലേക്ക് ഇറങ്ങുക? അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ്. കുഞ്ഞിനെ ആരെങ്കിലും അവിടെ കൊണ്ടിട്ടത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് അല്ലേ സ്റ്റെഫിൻ? അതെ, തീർച്ചയായിട്ടും ജയലക്ഷ്മി. കാരണം ഈ വലിയൊരു കിണറിനകത്തേക്ക് കുഞ്ഞൊരിക്കലും എടുത്ത് ചാടാനുള്ള ഒരു സാധ്യതയുമില്ല. അത് തന്നെയാണ് പോലീസ് ഇതാദ്യം കൊലപാതകമെന്ന് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ ആദ്യം ഇങ്ങോട്ടേക്ക് പോലീസ് എത്തുമ്പോൾ ഇവർ പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞിനെ കാണാതായി, കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്താക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഏതായാലും ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശി ഏതായാലും ഒരു സംശയനിഴലിന് അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. കാരണം കുഞ്ഞിനെ കാണാതായി എന്നുള്ള വിവരം പോലീസിനെയും അതോടൊപ്പം തന്നെ സമീപ നാട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ അറിയിക്കുന്നത് കുഞ്ഞിന്റെ മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ ആ സംശയനിഴലിന് പുറത്താണ് മുത്തശ്ശി. വിശദമായ ചോദ്യം ചെയ്യൽ ഏതായാലും നടന്ന് വരികയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കിണറ്റിൽ വിശദമായ പരിശോധനകൾ നടത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ആ കുരുക്ക് നമ്മൾ കണ്ടിരുന്നു, നമുക്ക് കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഒരു കൂട്ട ആത്മഹത്യാ ശ്രമത്തിന്റെ സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു ഊഹം മാത്രമാണ്. കാരണം ഇവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. 30 ലക്ഷത്തോളം രൂപ ഇവർ നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കൂട്ട ആത്മഹത്യാശ്രമം, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഒരു ആത്മഹത്യാശ്രമം ഇതിൽ കാണാൻ സാധ്യതയുണ്ടോ? നമുക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു ഊഹം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നിഗമനം പോലീസിന് ഉണ്ട്. പക്ഷേ സ്ഥിരീകരണമായിട്ടില്ല. കാരണം ഈ ബലം കുറഞ്ഞ ആ ചായ്പിൽ അവരൊരു ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു നാടകമാണോ എന്നൊക്കെയുള്ള സംശയം പോലീസിനുണ്ട്. ഏതായാലും അതൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ശാസ്ത്രീയമായി അതൊക്കെ പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ ഈ കിണറ്റിനുള്ളിൽ ഇപ്പോൾ വിശദമായ പരിശോധനകൾ, ഈ കിണറ്റിൻ്റെ ആഴം, അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കണ്ടെത്തിയ ആ കിണറ്റിനുള്ളിൽ ഉള്ള പരിശോധനകൾ, ഏതെങ്കിലും തരത്തിൽ ഉള്ള തെളിവ് ശേഖരിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ അവിടെ നിന്നും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ അവർ നിൽക്കുന്നതിന് തൊട്ട് അടുത്താണ് ഒരു 2-3 കുരുക്ക് ഇട്ട ഒരു കയറുള്ളത്. അത് ഒരു പക്ഷേ ഒരു ആത്മഹത്യാ ശ്രമമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം അവിടെ ഈ കാണുന്ന നമുക്ക് ആ ദ്രവിച്ച കമ്പികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അവിടെ അതിൽ ഒരു കുരുക്കിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ ഏതായാലും ആ കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വേണമെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും അല്ലേ സ്റ്റെഫിൻ? കാരണം തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെ തീപിടിക്കാനുള്ള സാധ്യത? ഇപ്പോൾ ഈ കുരുക്ക് ഒരു പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു നീക്കം കൂടിയായി കാണാം അല്ലേ? ജയലക്ഷ്മി, ഏതായാലും ഉറപ്പിച്ചങ്ങനെ പറയുന്നതിന് വേണ്ടി കഴിയില്ല എങ്കിൽ പോലും പലതരത്തിലുള്ള സാധ്യതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. കാരണം അടിമുടി ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ്. കാരണം രാവിലെ തീപിടുത്തം ഉണ്ടായത് മുതൽ ഇപ്പോൾ കാണുന്ന ഈ കുരുക്ക് മുതൽ കുഞ്ഞിനെ കിണറ്റിൽ കണ്ടെത്തിയത്, ആ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ അവ്യക്തതകൾ, ദുരൂഹതകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതെല്ലാം പോലീസിന്റെ വിശദമായ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ലീഡിലേക്ക് പോലീസിന് എത്താൻ, ആരാണ് കുഞ്ഞിനെ കിണറ്റിലിട്ടതെന്നൊരു ലീഡിലേക്ക് എത്തുന്നതിന് വേണ്ടി പോലീസിന് കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നെയ്യാറ്റിൻകര DYSP അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഒരു വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും, അല്ലെങ്കിൽ ഓരോരുത്തരെയും വെവ്വേറെ ഇരുത്തിയും ഒപ്പം ഇരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ആ മൊഴികളുടെ വൈരുദ്ധ്യം കണ്ടെത്തുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്താനാണ് പോലീസ് ഇപ്പോൾ ഏതായാലും നീക്കമിടുന്നത്. അതിനുവേണ്ടിയാകും ഒരുപക്ഷെ ഈ കിണറ്റിലെ പരിശോധനകൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പല തരത്തിൽ ഉള്ള അവ്യക്തതകൾ, ഈ കുരുക്ക് അവിടെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതാരിട്ടു, അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിന് കാരണമായത് ആരാണ്, തീ ഇട്ടതാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും തീപിടുത്തം ഒരു അസ്വാഭാവികമാണ് എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും തീ ഇടാതെ ആ മുറിയിൽ തീ പടരില്ല. അതോടൊപ്പം തന്നെ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരും അതോടൊപ്പം ബന്ധുക്കളും ഈ പോലീസും ഒക്കെ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. വിശദമായ ഒരു ഫോറൻസിക് പരിശോധന ഇനി ആ തീർച്ചയായിട്ടും സ്റ്റെഫൻ, എന്തായാലും ഇക്കാര്യത്തിൽ